ലോകത്തിലെ വലിയ ശക്തികൾക്ക് പോലും തടയാൻ കഴിയാത്ത രീതിയിൽ ഉത്തര കൊറിയ തങ്ങളുടെ ആണവശേഷി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേതെങ്കിലും രാജ്യങ്ങളോടുള്ള ഭീഷണിയല്ല, മറിച്ച് പ്രതിരോധം മാത്രമാണ് പിന്നിൽ. പക്ഷേ ഏതൊരാക്രമണത്തിനും തയ്യാറാണെന്ന മുന്നറിയിപ്പും മറുവശത്തുണ്ട്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളെയും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും അവഗണിച്ച് ദേശീയ സുരക്ഷയും സ്വയംഭരണവും ഉറപ്പാക്കാനുള്ള ഉത്തര കൊറിയയുടെ ഉറച്ച ലക്ഷ്യമാണ് വീണ്ടും വീണ്ടും തെളിയുന്നത്. ദക്ഷിണ കൊറിയയുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ കണക്കനുസരിച്ച് 2000 കിലോഗ്രാം വരെ ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ഉത്തര കൊറിയയുടെ കൈവശമുണ്ട്. ഉത്തര കൊറിയ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടികൾ രഹസ്യമായി തുടരുന്നുണ്ടെന്നും പൊതുവെ അറിയാമെങ്കിലും ഈ ഭീമമായ അളവ് ആദ്യമായാണ് ഒരു ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല, യുറേനിയത്തിന്റെ ഈ അളവ് ആണവായുധങ്ങളുടെ നിർമ്മാണശേഷിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് സൂചിപ്പിക്കുന്നത്. ഒരാണവ ബോംബ് നിർമ്മിക്കാൻ വെറും 5 മുതൽ 6 കിലോഗ്രാം മാത്രം യുറേനിയം മതിയെന്നിരിക്കെ ഈ ഭീമമായ ശേഖരം ഉത്തര കൊറിയയ്ക്ക് വലിയ തോതിൽ ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ ശക്തി നൽകുന്നു. വിമർശകർ ഇതിനെ ഭീഷണിയായി കാണുമ്പോഴും പിന്തുണയ്ക്കുന്നവർക്കിത് വിദേശാക്രമണത്തിനെതിരായ നിയമാനുസൃതമായ പ്രതിരോധവും സ്വാതന്ത്ര്യത്തിന്റെയും ഉറച്ച കവചമാണ്. അമേരിക്കയുമായി ഭാവിയിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ദക്ഷിണ കൊറിയയുടെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2019 ഉച്ചകോടി പരാജയപ്പെട്ട ശേഷം തങ്ങളുടെ ആണവായുധ ശേഖരം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് ഉത്തര കൊറിയ ആവർത്തിക്കുകയും പിന്നീട് ഉത്തര കൊറിയയെ സ്വന്തം ഒരു ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഈ പുതിയ യുറേനിയം ശേഖരത്തെക്കുറിച്ചുള്ള കണക്കുകൾ ആണവ നിരായുധീകരണ ചർച്ചകൾ പുനരാരംഭിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ആണവായുധങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ പിന്നീട് അമേരിക്ക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നതും ലോകത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആണവ നിരായുധീകരണത്തിനുള്ള ഒരു വഴിയും തേടില്ലെന്ന ഉത്തര കൊറിയയുടെ കടുത്ത നിലപാടിനെ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തും. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. നിരന്തരം ആശങ്കകൾ ഉയർത്തി ഈ രാജ്യങ്ങൾ സംഘർഷം വർദ്ധിപ്പിക്കുമ്പോൾ അവയെ പ്രതിരോധിക്കാൻ രഹസ്യായുധങ്ങൾ വികസിപ്പിച്ചെന്ന സൂചനകളും പുറത്തുവരുന്നു. ഇതിലൂടെ സൈനിക ശക്തിയും സ്വയം പര്യാപ്തതയും ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഉത്തര കൊറിയ. ഈ പ്രഖ്യാപനങ്ങൾ ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ നേരിടാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഉത്തര കൊറിയ എത്രത്തോളം തയ്യാറാണെന്നും ഇത് കാണിക്കുന്നുണ്ട്. പുതിയ രഹസ്യായുധങ്ങളെക്കുറിച്ചുള്ള കിമ്മിന്റെ വെളിപ്പെടുത്തൽ ആഗോള സൈനിക ശക്തികളെ പോലും ഞെട്ടിക്കുന്നതാണ്. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഉത്തര കൊറിയയുടെ നില കൂടുതൽ ശക്തമാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അമേരിക്കയിലെത്താൻ സാധ്യതയുള്ള ഹ്വാസോങ് 20 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനായി ഉദ്ദേശിച്ച ഖര ഇന്ധന എഞ്ചിന്റെ അന്തിമ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ഉത്തര കൊറിയ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ കുംസോങ് എന്നറിയപ്പെടുന്ന തന്ത്രപരമായ ആക്രമണ ഡ്രോണുകളുടെയും ആളില്ലാ തന്ത്രപരമായ രഹസ്യാന്വേഷണ വിമാനത്തിന്റെയും പരീക്ഷണങ്ങളും നടത്തിവരുന്നു. എഐയിൽ പ്രവർത്തിക്കുന്ന സൂയിസൈഡ് ഡ്രോണുകളുടെ പരീക്ഷണങ്ങളും വിജയകരമായി പൂർത്തീകരിക്കാനായെന്നും അവകാശപ്പെടുന്നു. അടുത്തിടെ ട്രംപിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ച കിം ജോങ് ഉൻ ചർച്ചകൾക്ക് താൽപര്യമുണ്ടെന്ന് സൂചന നൽകിയെങ്കിലും ആണവായുധങ്ങളെക്കുറിച്ചുള്ള തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാട് അമേരിക്കയുമായുള്ള ഭാവി ചർച്ചകൾക്ക് വലിയ വെല്ലുവിളിയാകും. സമാധാനപരമായ സഹവർത്തിത്വം വേണമെങ്കിൽ അമേരിക്ക അവരുടെ നിലപാട് മാറ്റണമെന്ന് കിം ആവശ്യപ്പെട്ടിരുന്നു. ഉത്തര കൊറിയയുടെ കടുംപിടുത്തം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിക്ക് തന്നെ കാരണമായേക്കാം. ഇത് ഭീഷണിയെന്നോ ഭീകരതയെന്നോ കാണാതെ
സ്വയം ഭരണത്തിനും ദേശീയ അഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു ചരിത്രപരമായ പ്രതിരോധ മാർഗമാണെന്ന് നിലവിൽ വിലയിരുത്താം. ഇതോടെ ലോകരാഷ്ട്രങ്ങൾ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ആർക്ക് മുന്നിലും വഴങ്ങില്ലെന്ന് ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ് ഉത്തര കൊറിയ.